ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയിർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? കർത്താവിൻ്റെ സുവിശേഷം. കുരിശെടുക്കുക. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ വിചിന്തനം ചെയ്യാവുന്ന ഒരു വാക്കാണ് കുരിശെടുക്കൽ എന്നത്. കർത്താവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നടക്കേണ്ട വഴിയെപ്പറ്റിയാണ് കർത്താവ് സംസാരിക്കുന്നത്. എന്താണ് കുരിശെടുക്കൽ? സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ വിചിന്തനം ചെയ്യുമ്പോൾ കുരിശെടുക്കൽ എന്നത് സഹനം, തിരസ്കരണം, മരണം, നഷ്ടങ്ങൾ എന്നിവയൊക്കെയാണ്. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സഹനങ്ങളെയും വേദനകളെയും രോഗങ്ങളെയും തെറ്റിദ്ധാരണകളെയും പരാജയങ്ങളെയും ഒറ്റപ്പെടലുകളെയുമൊക്കെ വിശ്വാസപൂർവം ജീവിക്കുമ്പോൾ കുരിശെടുക്കുന്നവരായി നമ്മൾ മാറ്റപ്പെടുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾക്കുണ്ടാകുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിലെയും ജോലിസ്ഥലങ്ങളിലെയും മറ്റെല്ലായിടങ്ങളിലെയും എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും വിഷമങ്ങളെയുമൊക്കെ വിശ്വാസപൂർവം നേരിട്ട് കുരിശെടുത്ത് അങ്ങയെ അനുഗമിക്കുന്നവരായി ഇന്നേ ദിവസം ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.